നമ്മുടെയൊക്കെ കുടുംബങ്ങളില് അഭിപ്രായ വ്യത്യാസങ്ങള്, ചില പ്രശ്നങ്ങള്, കൊച്ചു തർക്കങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് കുടുംബ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറയാമോ? കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. എല്ലാ കുടുംബത്തിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവൂലേ? പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ എന്താണ് ആദ്യമായിട്ട് ശാന്തമായിട്ട് കേൾക്കാൻ തയ്യാറാവണം. എന്നാല് പെട്ടെന്ന് കോപം വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ പ്രശ്നങ്ങളെ പെട്ടെന്ന് കോപം വന്ന് അതിന് എടുത്തു ചാടി സംസാരിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ ഒന്നുകൂടെ ശാന്തമായിട്ട് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെന്താ ഒരു കാര്യക്ഷമത ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ പ്രശ്നങ്ങളെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുമ്പോഴാണ് അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. കുടുംബങ്ങളില് മുതിർന്നവരും കുട്ടികളും, അതായത് ജനറേഷൻ ഗ്യാപ്പ് ഉള്ള ആളുകൾ തമ്മിൽ പല തർക്കങ്ങളും അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ടീനേജ് പാരന്റ് കോൺഫ്ലിക്റ്റ് എങ്ങനെ സ്മാർട്ടായി കൈകാര്യം ചെയ്യാം? ഇത് എല്ലാ വീടുകളിലും കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എല്ലാ വീടുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് തങ്ങളെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. അതിനെന്താ വേണം? ആദ്യം പാരൻസ്, അതായത് മാതാപിതാക്കള് അവരുടെ മൂല്യങ്ങള് സ്നേഹപൂർവ്വം അവരോട് പറഞ്ഞു മനസ്സിലാക്കണം. എന്നാലോ കുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യവും വ്യക്തിത്വ വികസനവും ഒക്കെ അവർക്ക് നിഷേധിക്കുകയും ചെയ്യരുത്. ഇതുപോലെ മൂല്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം, അതായത് ബഹുമാനിക്കുമ്പം, ഈ കുടുംബത്തിലുള്ള അവരുടെ പരസ്പര ബഹുമാനവും കരുതലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത്തരം തർക്കങ്ങള് കുടുംബത്തില് അഭിപ്രായ വ്യത്യാസങ്ങള് ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങള് കുറക്കാൻ വേണ്ടി, ഈ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കുറക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്? ആദ്യമായിട്ടേ കുടുംബങ്ങൾക്കിടയിൽ, അതായത് ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ഒത്തുചേരൽ, ഒരു കൂടിച്ചേരലുകൾ ഉണ്ടാവുക. അപ്പൊ ഈ കൂടിച്ചേരലുകൾ എന്താണ്, ശരിക്കും തുറന്ന് പറയാനുള്ള ശരിക്കും ഒരു പ്ലാറ്റ്ഫോം ആണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുമ്പോൾ അവിടെ ചർച്ചകൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ചർച്ചകൾക്ക് മൂല്യങ്ങൾ കൊടുക്കുക, എന്നിട്ട് അവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക, അവരെ ശാന്തമായി കേൾക്കുക, മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക ഒക്കെ ചെയ്യുക. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ മൂല്യങ്ങളും സുരക്ഷിതത്വ ബോധവും ഒക്കെ ഉണ്ടാവുന്നതാണ്. കുടുംബം എന്നുള്ളത് സ്നേഹത്തിന്റെ നൂല് കൊണ്ട് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു ബന്ധമാണ്. കുടുംബത്തിൽ ഈ തർക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കില്ലേ കുടുംബത്തിന്റെ ഭാവി. നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ഭാവി ഉണ്ടാവുന്നു. അതുപോലെ നമ്മൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക, നല്ല സ്നേഹത്തോടെ അതിനു വേണ്ടി പ്രതികരിക്കുക, എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുക.